നമസ്കാരം. വോയിസ് ഓഫ് മന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാം. നേരത്തെ ഞാൻ ഒരിക്കൽ ഇട്ടിരുന്നതാണ്, എങ്കിലും പലരും എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവർക്കും ഒരുപാട് 90-90% ആളുകൾക്കും അനുഭവപ്പെടുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് വായുനാറ്റം. ഭക്ഷണം കഴിച്ച ശേഷം വൃത്തിയായി വായ കഴുകാതെ അല്ലെങ്കിൽ പകുതി കഴുകി ധൃതി വെച്ച് ഓടിപ്പോകുന്ന ആൾക്കാർക്കാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. എപ്പോഴും നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ വൃത്തിയായി കഴുകണം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരല്പം ഉപ്പെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കലക്കി അത് ഒരു കവിൾ നല്ലതുപോലെ വായിൽ കവിൾക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഗാർഗിൾ ചെയ്യാം. ഇങ്ങനെ ആ ഗാർഗിൾ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് അത് തുപ്പിക്കളയുക, പിന്നെ വായ കഴുകാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് വായുനാറ്റം ഇല്ലാതെ ഇരിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, വായുനാറ്റം ഉണ്ടെങ്കിൽ നാക്കിൽ പൂപ്പലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാക്ക് നീട്ടിയിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ അതറിയാൻ പറ്റും. പൂപ്പലുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത വൈറസുകളും പിന്നെ അണുക്കളുമൊക്കെ ഉണ്ട് എന്നുള്ളതിനർത്ഥം. കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, ബാക്ടീരിയകളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ 100% അപകടരഹിതമായതും ആർക്കും ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് നല്ലൊരു കഷ്ണം ഇഞ്ചി നീര്, അതിന് ശേഷം പിന്നെ തേന്, പിന്നെ നമ്മുടെ ഇഞ്ചി നീര്, തേന്, പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയ സാധനമെന്ന് പറയുന്നത് ഞാൻ മറന്നുപോയി, ഒന്ന് ആലോചിച്ചോട്ടെ, 1 മിനിറ്റ് 1 സെക്കൻഡ്. ഇഞ്ചി നീരെടുക്കുക, തേനെടുക്കുക, അതിൻ്റെ കൂടെ കുരുമുളകിൻ്റെ പൊടി, നല്ല വൃത്തിയുള്ള കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നാരങ്ങ നീര് ഒരു ഹാഫ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ചേർത്ത് വെറും വയറ്റിൽ നന്നായിട്ട് ഒരു സ്പൂൺ ഫുൾ ഉണ്ടായാൽ മതി, എല്ലാം കൂടി ഇത്രയേ ഉള്ളൂ. അതങ്ങോട്ട് കഴിക്കുക. 15 ദിവസം തുടർച്ചയായിട്ട് ഇത് കഴിച്ചാൽ നിങ്ങളുടെ വയറ്റിലെ സകലവിധ വൈറസുകളും ബാക്ടീരിയകളും അമീബിയ പോലും മാറിക്കിട്ടും. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. 5 വയസ്സിന് മേലെ 80 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും എന്ത് അസുഖം ഉണ്ടെങ്കിലും എന്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിലും ഇത് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ദിവസം കഴിക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു വിഷമമൊക്കെ തോന്നും, വയറ്റിനകത്തൊരു ഇടിച്ചിലോ കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഒരു 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും അതിൻ്റെ ഫലം. നാക്കിൽ പൂപ്പൽ കുറയും, വയറ്റിനകത്ത് ഉരുണ്ട് കയറ്റും, വല്ലാത്തൊരു ഗ്യാസ് ബിംബിഷ്ടം, അല്ലെങ്കിൽ ഒരു ചെറിയ സ്തംഭനം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അസ്വസ്ഥത വയറിനകത്ത് തോന്നുക, ഇതൊക്കെ മാറിക്കിട്ടും. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലം ടൈറ്റായിട്ട് പോവുക എന്നുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് കുറച്ച് ഫ്രീനെസ് കിട്ടും സുഖമായിട്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, യാതൊരു കുഴപ്പമില്ലല്ലോ. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് 7 ദിവസം കഴിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ചിലർക്കൊക്കെ, വളരെ ചുരുക്കം ആളുകൾക്കൊക്കെ 10-14 ദിവസമെങ്കിലും കഴിക്കണം. എന്നാലേ 2-3 ദിവസം കഴിച്ചിട്ടൊന്നും വലിയ ഗുണമൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് നിർത്തിക്കളയരുത്. 3 ദിവസം കൊണ്ട് ഗുണം കിട്ടിയവരുമുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളിത് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രയോഗം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചി കൊണ്ടുള്ള മറ്റൊരു പ്രയോഗം, ഇഞ്ചി എടുത്ത് ചുരണ്ടിക്കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അത് ചെറിയൊരു കഷ്ണം നല്ല എണ്ണ, എള്ളിൻ്റെ എണ്ണ, യഥാർത്ഥത്തിൽ മായം ചേർക്കാത്ത പാണ്ടിനാട്ടിൽ നിന്ന് വരുന്ന എഞ്ചിൻ ഓയിൽ ഊറ്റിയെടുത്ത് ചേർത്തതല്ല, നല്ല എണ്ണ, അതിനകത്ത് ഇതൊന്ന് മുക്കിയതിന് ശേഷം അത് വായിലിട്ട് നന്നായിട്ട് ചവച്ചരയ്ക്കുക. ഒന്ന് ചവച്ചരച്ച് കഴിയുമ്പം ഒരു നല്ലൊരു കഷ്ണം കല്ലുപ്പിൻ്റെ ഒരു കഷ്ണം കൂടെ വായിലിട്ട് ഇതെല്ലാം കൂടെ ചവച്ചരച്ച് ഇതിൻ്റെ നീരും അങ്ങോട്ട് ഇറക്കുക. കുറേ നേരം ചവച്ചരച്ച് കഴിയുമ്പോൾ നല്ലപോലെ നീര് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വയറ്റിലേക്ക് ചെല്ലുക. ഇതിനും അതിരാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് വേണം. ചെയ്തതിന് ശേഷം ആദ്യത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഛർദ്ദിക്കും, ഇഞ്ചിയുടെ എരിവും ഒക്കെ കൊണ്ട്. ഒരു 2-3 ദിവസം ആകുമ്പോൾ ശരിയാവും. ഒരു 7 ദിവസം ചെയ്താൽ മതി. ഇത് 7 ദിവസം ചെയ്ത് കഴിയുമ്പോൾ വളരെ ഫ്രീ ആകും, നിങ്ങളുടെ മോഷൻ ക്ലിയർ ആകും. ദഹനക്കുറവെന്നൊരു സംഭവം നിങ്ങൾക്കുണ്ടാകില്ല. പക്ഷേ അപ്പോൾ അതിരാത്രിക്കൊക്കെ പോയി ഈ ജങ്ക് ഫുഡൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഗുണം കിട്ടുകയില്ല. അങ്ങനെ തിന്നുന്നവർക്ക് ഇതിന് ഗുണവും കിട്ടുകയില്ല. ഒരിക്കലും രാത്രി 9 മണി കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കരുത്. 10 മണിയാകുമ്പം ആകാശം ഇടിഞ്ഞു വീണാലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കണം. രാവിലെ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. 4 മണിക്ക് എഴുന്നേറ്റാൽ വളരെ ഗുണം.
നിങ്ങൾക്ക് ശരീരത്തിന് യോജിക്കുന്ന വൈദ്യുതി നിർദ്ദേശിക്കുന്ന കുറച്ച് എണ്ണ ശരീരം മുഴുവൻ പുരട്ടി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കുറേ നേരം സ്വയം തിരുമി മാസേജ് ചെയ്തുകൊണ്ട് ഒന്ന് നടക്കുക. ഒരു 4 കിലോമീറ്റർ ദൂരം നടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 2 കിലോമീറ്ററെങ്കിലും നടക്കുക. എന്നിട്ട് വന്ന് എണ്ണ തുടച്ച് കളഞ്ഞതിന് ശേഷം കുളിക്കുക. ഇഷ്ടമുള്ള തൈലം തലയിൽ തേക്കാം. ദേഹത്ത് സോപ്പിടാതെ ചെറുപയറിടുകയാണെങ്കിൽ വളരെ ഗുണമായിരിക്കും. അങ്ങനെ ചെയ്താൽ ശരീരത്തിന് മൊത്തം രക്തഓട്ടം കിട്ടും. രക്തഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുമാതിരി സ്കിൻ കംപ്ലൈൻറ്റുകളൊക്കെ മാറിക്കിട്ടും. ഈ 3-4 ടിപ്പുകൾ ഒന്ന് പാർശ്വകാലത്ത് പ്രയോഗിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയേർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. എൻ്റെ ഫോൺ നമ്പർ 9447352982. നിങ്ങൾക്ക് രോഗസംബന്ധമായ ഏത് കാര്യത്തിനും ഈ നമ്പറിൽ വിളിക്കാം. വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം 9 മണിക്കുള്ളിലാണെങ്കിൽ വളരെ സൗകര്യം. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വിളിച്ചാൽ ഞാൻ സമയം തരാൻ സമയത്ത് വിളിച്ചാൽ മതി. ഓക്കെ, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ. നിങ്ങൾ ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരെ സുഹൃത്തുക്കളെ അതിന് പ്രേരിപ്പിക്കണം. ഓക്കെ, നമസ്തേ.